നല്ല വിദ്യാഭ്യാസവും മികച്ച സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയുമുള്ള കേരളത്തിലെ നിരവധി യുവാക്കൾക്ക് ഇന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, സർക്കാർ ജോലിയില്ല എന്ന ഒറ്റ വാക്കിലെ മാനദണ്ഡം. പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും സുരക്ഷിതത്വത്തിനായി സർക്കാർ ജോലിയുള്ള ചെറുപ്പക്കാർക്ക് മാത്രമാണ് വിവാഹബന്ധങ്ങളിൽ മുൻഗണന നൽകുന്നത്. ഈ മുൻഗണന സമൂഹത്തിൽ വലിയൊരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. എല്ലാ യുവാക്കൾക്കും സർക്കാർ ജോലി എന്നത് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല. ഈ പ്രവണത യുവാക്കളിൽ നിരാശയുണ്ടാക്കുകയും വിവാഹം വൈകിപ്പിക്കുകയും ചിലരെ വിദേശത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചിലരെ വിവാഹ ബന്ധങ്ങളിൽ നിന്നു തന്നെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. സർക്കാർ ജോലി എന്ന സുരക്ഷാ വലയത്തിന് പിന്നാലെ പോകുമ്പോൾ സ്വകാര്യ മേഖലയിൽ പ്രാവീണ്യമുള്ളവരെയും കഠിനാധ്വാനികളായ ജോലിക്കാരെയും സംരംഭകരെയും സമൂഹം അവഗണിക്കുന്നു. വലിയ കമ്പനികൾ മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരും IT പ്രൊഫഷണലുകളും മുതൽ സ്വന്തമായി ഓട്ടോ ഓടിച്ചും ടാക്സിക്കാർ ഓടിച്ചും ചെറിയ കടകൾ നടത്തിയും കൂടാതെ ചെറുകിട സംരംഭങ്ങളിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുന്നവരും ഈ അവഗണന നേരിടുന്നുണ്ട്. സ്ഥിര വരുമാനവും കഠിനാധ്വാനത്തിലൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനുമുള്ള കഴിവുകൾ ഇവർക്കുണ്ടായിട്ടും സ്ഥിരമായ സർക്കാർ ജോലി എന്ന ലേബലില്ലാത്തതിനാൽ ഇവരുടെ വിവാഹം പലപ്പോഴും മുടങ്ങുന്നു. ഇത് തീർച്ചയായും ശരിയായ ഒരു മനോഭാവമല്ല. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സർക്കാർ ജോലിയുടെ സുരക്ഷാബോധം മാത്രം മാനദണ്ഡമാക്കുന്നത് ശരിയാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം, മാന്യത, കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധത, ഉത്തരവാദിത്വ ബോധം, മറ്റുള്ളവരോടുള്ള ആകാംക്ഷ എന്നീ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല. ഒരു ഓട്ടോ ഡ്രൈവർ സ്വന്തമായി ഓട്ടോ വാങ്ങി കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്നതും ഒരു കാർ ഡ്രൈവർ സ്വന്തമായി കാറുള്ളവർ ഉൾപ്പെടെ രാപകലില്ലാതെ അധ്വാനിക്കുന്നതും ഒരു ചെറുകിട ഷോപ്പ് ഉടമയോ സംരംഭകനോ സ്വന്തം വിയർപ്പ് കൊണ്ട് സ്ഥാപനം നടത്തുന്നതും അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും കുടുംബത്തെ നോക്കാനുള്ള കഴിവിൻ്റെയും തെളിവാണ്. സർക്കാർ ജോലി ജീവിത സുരക്ഷ നൽകുമെങ്കിലും ഒരു ബന്ധത്തിൽ ഏറ്റവും ആവശ്യമുള്ള സ്നേഹവും മനസ്സിലാക്കലും അധ്വാനിക്കാനുള്ള കഴിവിനോടൊപ്പം ഉണ്ടാവില്ലേ? ഇന്നത്തെ കാലത്ത് സർക്കാർ ജോലിയേക്കാൾ വളരെ ഉയർന്ന വരുമാനം സ്വകാര്യ മേഖലയിലെ ജോലികളിലും സംരംഭങ്ങളിലും ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു മികച്ച പ്രൊഫഷണലിൻ്റെയോ വിജയകരമായ ഒരു ചെറുകിട സംരംഭകൻ്റെയോ വരുമാനം പല സർക്കാർ ജീവനക്കാരെക്കാളും എത്രയോ കൂടുതലായിരിക്കും. മാത്രമല്ല, സംരംഭകനും സ്വന്തമായി വാഹനം ഓടിക്കുന്നവരും ഓട്ടോ, കാർ, ചെറുകിട കച്ചവടക്കാരും അവരുടെ ജോലിയിൽ കൂടുതൽ സ്വാതന്ത്ര്യവും വളർച്ചാ സാധ്യതകളും ഉള്ളവരാണ്. ഈ സാമ്പത്തികമായ യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നത് മികച്ച ജീവിത സാഹചര്യങ്ങളുള്ള ചെറുപ്പക്കാരെ തള്ളിക്കളയുന്നതിന് തുല്യമാണ്. അവരുടെ ഈ പ്രഗത്ഭത എന്തുകൊണ്ട് വിവാഹ മാർക്കറ്റിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സർക്കാർ ജോലിയുടെ സുരക്ഷ എന്ന ഒറ്റ ഘടകം മാത്രമല്ല, മറിച്ച് അവരുടെ സാഹചര്യത്വമാണ്. കഠിനാധ്വാനവും ഉത്തരവാദിത്വ ബോധവുമുള്ള, സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തി ഏത് ജോലി ചെയ്താലും നല്ലൊരു ജീവിത പങ്കാളി തന്നെയായിരിക്കും. ഒരുമിച്ചിരുന്ന് അധ്വാനിച്ചാൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ശേഷിയാണ് യഥാർത്ഥത്തിൽ ഒരു ബന്ധത്തിന് വേണ്ടത്. സ്വന്തമായി കഷ്ടപ്പെട്ട് വരുമാനമുണ്ടാക്കുന്ന ഓരോ യുവാവും, അത് ഒരു ഷോപ്പ് ഉടമയായാലും കാർ ഓട്ടോ ഡ്രൈവറായാലും IT പ്രൊഫഷണലായാലും ചെറുകിട സംരംഭകനായാലും ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ കഴിവുകളും ഉള്ളവരാണ്. വിവാഹത്തിൽ ഈ സാഹചര്യത്വമാണ് സത്യമായ പ്രഗത്ഭത. ഈ മനോഭാവമാറ്റം സമൂഹത്തിൽ ഉണ്ടായില്ലെങ്കിൽ മികച്ച യുവാക്കളെ നഷ്ടപ്പെടുന്ന ഒരു തലമുറയായിരിക്കും നമ്മുടേത്.